Hey everyone, welcome back to my YouTube channel. This is Karthika. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മൂവി കാണാൻ പോയിരുന്നു. അതിനെക്കുറിച്ചിട്ടാണുള്ളത്. അതിൻ്റെ എക്സ്പീരിയൻസ് എവിടെയാണ് നമ്മൾ പോയത്, എങ്ങനെ ഉണ്ടായിരുന്നു മൂവി, അതൊക്കെയാണ്. അപ്പോൾ മൂവി ഏതാണെന്ന് വെച്ചാൽ ഒബ്സഷൻ മൂവിയാണ്. ഓൾറെഡി നിങ്ങൾ അതിൻ്റെ വീഡിയോസും സ്റ്റോറീസെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ആ മൂവി കാണാൻ പോയതാണ് ഞാൻ, എൻ്റെ ഓഫീസിലുള്ള കൊളീഗ്സൊക്കെ. അപ്പോൾ എവിടെ പോയെന്ന് വെച്ചാൽ ബാംഗ്ലൂരുള്ള മന്തി സ്ക്വയർ മോളാണ് നമ്മൾ പോയത്. 3 മെമ്പേഴ്സാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഓഫീസിലുള്ള ഒരു ചേച്ചി, നമ്മൾ ഓൾറെഡി 2 മെമ്പേഴ്സ് റീച്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ പിന്നെ ഒരാളും ജോയിൻ ചെയ്യാനുണ്ട്. ആ പേഴ്സൺ ഓൾറെഡി വെയിറ്റിങ്ങിലായിരുന്നു. സോ ഇതാണ് ആ പേഴ്സൺ, സോഹിത്, മിസ്റ്റർ സോഹിത്താണ്. അപ്പോൾ ഇവനാണ് നമ്മുടെ ടീമിലെ മെയിൻ പേഴ്സണാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ 7:45 ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഓൾറെഡി 7:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എർജൻസി ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം നമ്മൾ പോയി. 3rd or 4th ഫ്ലോറിലാണ് തിയേറ്റർ ഉള്ളത്. അപ്പോൾ അവിടേക്ക് നമ്മൾ പെട്ടെന്ന് പോയി. സമയം ഓൾറെഡി ഡിലേ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഓടി പോയായിരുന്നു. അപ്പോൾ ഫോട്ടോസൊക്കെ കുറച്ച് എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ റിട്ടേൺ വരുമ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾറെഡി സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധൃതി പിടിച്ച് വേഗം നമ്മൾ പോയി. അപ്പോൾ ഔട്ട് സൈഡ് ഡോർ ഓപ്പൺ ആയിരുന്നില്ല. ടൈം ഒരു 5 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് കുറച്ച് ഔട്ട് സൈഡ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, കുറേ ആൾ ഔട്ട് സൈഡ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫൈനലി ടൈം 7:45 അങ്ങനെ നമ്മൾ അകത്തേക്ക് പോയി. സോ ഐ എം വെരി എക്സൈറ്റഡ്. മൂവി എങ്ങനെ ആയിരിക്കും, ഏതൊക്കെ ആയിരിക്കും, ലൈക്ക് ഹൊറർ മൂവി ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ മൂവിയൊക്കെ എങ്ങനെ ഉണ്ടാകും നമുക്ക് നോക്കാം. സോ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ആൾക്കാർ തിയേറ്ററിൽ ഫുള്ള് ആൾക്കാരുണ്ടായിരുന്നു. കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എക്സൈറ്റഡ് ആണ്, വെയിറ്റിംഗ് ആണ്. മൂവിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു ഹൊറർ മൂവിയാണ്. എനിക്ക് മുമ്പേ ഹൊറർ മൂവി കാണുന്ന ഒരു പ്രാന്താണ്. അപ്പോൾ ഹൊറർ മൂവി കാണാമെന്ന് വെച്ചാൽ പോയത് കുറച്ചൊക്കെ പേടിയൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ഹൊറർ മൂവി കാണാൻ പോയി. പക്ഷെ ഇത് എക്സ്പെക്ട് ചെയ്ത പോലെ ഹൊറർ മൂവി അല്ല ഇത്. ലൈക്ക് ഇത് ಮೂವಿ ನಿಜವಾಗ್ಲೂ ಚೆನ್ನಾಗ್ ಚೆಂದಾಗಿದೆ. ಮಧ್ಯಾಹ್ನ ಬಾಯ್ನಾಗ್ ಬೀಜ ಬಂದ್ ಹೋಗ್ತಿದ್ವಿ, ತುಂಬಾ ದಿಗ್ಲಾದಿದ್ವಿ. ಮತ್ತೆ ಎಲ್ಲ ಚೆಂದಾಗಿದೆ. ಅವಳೊಂದ್ ಸೈಕೋ ತರ ಆಕ್ಟ್ ಮಾಡ್ತಾಳೆ ಹೀರೋಯಿನ್. ಲಾಸ್ಟ್ ಗೆ ಗೊತ್ತಾಗಿದೆ ಅಲ್ಲ, ಬಾಯ್ ಸ್ಯಾಕ್ರಿಫೈಸ್ ಮಾಡ್ಬೇಕು, ಅವ್ನ್ ಸತ್ತೋತಾನೆ ಅಷ್ಟೇ. ಥ್ಯಾಂಕ್ ಯು. Akka, how was the movie? Really, I don't know how to tell it is good or bad like that. But boys, I'm telling to you, with girlfriend, don't go, please. That's it. ಹೀಗೆ ರೋಟಿ ಕಾಂಬೋನ ಆರ್ಡರ್ ಮಾಡಿದ್ದೆ. ಅಕ್ಕ ಅವರು ದೋಸೆ ತಗೊಂಡ್ರು, ಅವರಿಬ್ಬರು ದೋಸೆ ತಗೊಂಡ್ರು. ನಾನೇನೋ ರೊಟ್ಟಿ ಕಾಂಬೋ ಆರ್ಡರ್ ಮಾಡಿದೆ. ಅದರಲ್ಲಿ ರೊಟ್ಟಿ ಆ್ಯಂಡ್ ಪನ್ನೀರ್ ಗ್ರೇವಿನು ಆ್ಯಂಡ್ 1 ಗುಲಾಬ್ ಜಾಮೂನ್ ಇತ್ತು. ಆ್ಯಂಡ್ ನಾರ್ಮಲ್ ದೋಸೆ ನಾರ್ಮಲ್ ಆಗಿತ್ತು. ಫುಡ್ ಅಂತೂ ಚೆನ್ನಾಗಿತ್ತು, ನನಗೆ ಇಷ್ಟ ಆಯಿತು. ഇതൊരു ഹൊറർ മൂവിയല്ല, ഇതൊരു സൈക്കോ ത്രില്ലർ. ഇതിലൊരു പ്രേതോ ഗോസ്റ്റോ മോൺസ്റ്റേഴ്സ് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. ഇതിലുള്ളത് ജസ്റ്റ് ഒരു സൈക്കോ ത്രില്ലർ, അങ്ങനത്തെ ഒരു സംഭവമാണ് ഇതിൽ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. ഇതിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇതൊരു പൊളി സാധനമാണ്. അപ്പോൾ എന്തായാലും വൺസ് ഒരു വാച്ച് ചെയ്യാം നമുക്ക്. അങ്ങനെയാണ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു മിനിമം ബഡ്ജറ്റിലാണ് അവർ അതിനെ ക്രിയേറ്റ് ചെയ്തത്. ബട്ട് അവർ നേടിയിരിക്കുന്നത് എക്സ്പെക്റ്റും ചെയ്യാത്ത അത്ര ബഡ്ജറ്റ് അവർ നേടിയിരുന്നു. ഒരു സിമ്പിളായിട്ട് നല്ലൊരു മെസ്സേജ് ആണ് അവർ തന്നിരിക്കുന്നത്. ഗുലാബ് ജാമുൻ എന്ന് പറഞ്ഞാൽ അവന് എവിടെ കണ്ടാലും അവൻ തിന്നു. അങ്ങനെ എൻ്റെ കോമ്പോയിലുണ്ടായിരുന്ന ഗുലാബ് ജാമുൻ ഞാൻ അവന് കൊടുത്തു. അവൻ എവിടെ കണ്ടാലും അത് കഴിക്കും. ഗുലാബ് ജാമുൻ അവൻ്റെ ഫേവറേറ്റ് ആണ്. അങ്ങനെ അവന് ഞാൻ കൊടുത്തു, അവൻ കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർക്ക് ഒരു കോഫി ഓർഡർ ചെയ്തു. അങ്ങനെ അവർ കോഫി കുടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പൊതുവേ നൈറ്റ് കോഫി കുടിക്കാറില്ല, എനിക്ക് കോഫി കുടിച്ചാൽ ഉറക്കം വരത്തില്ല. അങ്ങനെ അവർ കോഫി കുടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ മിണ്ടി പറഞ്ഞുകൊണ്ട് നിന്ന് കുറച്ച് ടൈമൊക്കെ 11:30 ಆಯಿపోയി. ಹೀಗೆ ಸ್ವಲ್ಪ ಟೈಮ್ ಸ್ಪೆಂಡ್ ಮಾಡಿದ್ವಿ ಅಲ್ಲೇ ಮಾತಾಡಿಕೊಂಡು. ಹಾಗೆ ಎಲ್ಲ ಆಗಿ ಕಾಫಿ ಊಟ ಎಲ್ಲ ಮಾಡಿಕೊಂಡು ನಾವು ಸ್ವಲ್ಪ ಫೋಟೋಸ್ ಎಲ್ಲ ತೊಗೊಂಡ್ವಿ ಕೆಳಗಡೆ ಹೋಗಿ. ಆಲ್ರೆಡಿ 11 ಆಗಿತ್ತು. ಸೊ ಹಾಗೆ ಸ್ವಲ್ಪ ಫೋಟೋಸ್ ಎಲ್ಲ ತೊಗೊಂಡು ರಿಟರ್ನ್ ಹೋಗೋಣ ಅಂತ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഒരു മൂവി എക്സ്പീരിയൻസ്. നിങ്ങളെന്തായാലും വാച്ച് ചെയ്തില്ലെങ്കിൽ ഒന്ന് പോയിട്ട് വാച്ച് ചെയ്യാം. നല്ല എക്സ്പീരിയൻസ് ആണ്, അടിപൊളി മൂവിയാണ്. എന്തായാലും ഒന്ന് വാച്ച് ചെയ്യാം.
അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ്, മൂവി ഡേറ്റ് വ്ളോഗായിരുന്നു. അപ്പോൾ എല്ലാവരും അവരവരെ ಹಾಗೆ ഇതിലേക്ക് ಸಬ್ಸ್ಕ್ರೈಬ್ പോയി. ಮಾಡಲಿಕ್ಕೆ അപ്പോൾ ಮರ್ತು ಬಿಡಬೇಡಿ. ഇതൊക്കെയായിരുന്നു വീഡിയോಸ್ನ ഇന്നത്തെ ഷെയർ vlog. ಮಾಡಿ, Thank you for സബ്സ്ക്രൈബ് ಮಾಡಿ, watching. സപ്പോർട്ട് ಮಾಡಿ. ഇനിയും Okay, ഇങ്ങനത്തെ പുതിയ thank പുതിയ you, വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ bye. വരും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ.